اللهم لا ഒരു ദുആയാണ് اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. മുൻഗാമികൾ എല്ലാവരും പിൻഗാമികളും മുൻഗാമികളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദുആയാണ്. ഒന്ന് ചൊല്ലി اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. ഒന്നുകൂടെ اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. اللهم لا تجعل الدنيا ദുനിയാവിനെ നീ ആക്കരുത് അക്ബറ ഹമ്മിന ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം, ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശവും മനക്ലേശവും പ്രശ്നവും തലവേദനയും എന്താകരുത്, ദുനിയാവാകരുത്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹിമി ഫഖ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ نار الجحيم فقبلي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. അള്ളാഹുവിന് നമ്മോട് ദേഷ്യമുണ്ടാകുന്ന കാര്യം, ചില കാര്യങ്ങൾക്ക് അള്ളാഹുവിന് നമ്മോട് വലിയ ദേഷ്യമായിരിക്കും. ചില വ്യക്തികളോട് അള്ളാഹ്ക്ക് പ്രത്യേക ദേഷ്യമായിരിക്കും. അള്ളാഹുവിനെ നമ്മുടെ മേൽ ദേഷ്യപ്പെടുത്താൻ കാരണമാക്കുന്ന കാര്യങ്ങളെ ബഹുമാനപ്പെട്ട സൂഫികളിൽ മഹാനും പണ്ഡിതന്മാരിൽ ഉന്നതനും വലിയ മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തൻ്റെ അത്തൻവീർ എന്ന കിതാബിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തൻ്റെ അടിമയോട് പറയുന്നത് പോലെ അതിമനോഹരവും കാവ്യാത്മകമായ ശൈലിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹ് അത് വിശദീകരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മെ അള്ളാഹുവിൽ നിന്ന് വളരെ അകറ്റിക്കളയും. വളരെ ചിന്തിക്കണം, നല്ലോണം തല കൊടുത്ത് ചിന്തിക്കണം. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിംമാരാണ്, നമ്മളെ വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? നമ്മുടെ ഇജാബത്താണ് ഉമ്മത്തിൻ്റെ ഇജാബത്ത്. നമ്മൾ അള്ളാഹുവിൽ അകന്നാൽ ഉമ്മത്ത് സ്വാഭാവികമായി വന്നു. നിലവിൽ ഉമ്മത്ത് അള്ളാഹുവിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റം മാത്രമാണ്, വേറെ ആളെ കുറ്റമില്ല, നമ്മുടെ കുറ്റമാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞത് എത്ര കാടന്മാരായാലും നേതാവ് നന്നായാൽ നന്നാവും. ചില ഹൃദയങ്ങൾ പെട്ടെന്ന് നന്നാവും, ചില ഹൃദയങ്ങൾ നേരെ വൈകിയും നന്നാവും. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാൾ വലിയൊരു ജനത കാടത്തം ഇനി എന്താണ്? ആ കാടത്ത കാലഘട്ടത്തിലാണ് ആ മഹാൻ ഈ ലോകത്ത് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒന്നും ഉണ്ടാക്കിയത്, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയോ ഇല്ല, ഒരു അക്കാദമി സ്ഥാപിച്ചോ ഇല്ല, ഒരു ലൈബ്രറി സ്ഥാപിച്ചോ ഇല്ല, ഒരു വാങ്ങു പരമ്പര നടത്തിയോ ഇല്ല, ഒന്നും ചെയ്തില്ല. അവർക്കിടയിൽ ജീവിച്ചു ഒരു മനുഷ്യൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശഭൂമികൾക്കിടയിൽ നടന്ന ലോകചരിത്രത്തിൽ പണ്ടൊരിക്കലും നടക്കാത്ത, ലോകചരിത്രത്തിൽ പിന്നെ ഒരിക്കലും നടക്കാത്ത, ഇനി ഒരിക്കലും നടക്കാൻ സാധ്യതയുമില്ലാത്ത ഒരു സംഭവം എന്താണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ആത്മാർത്ഥമായി പറയുക, അത് AD 610 AD 632 ഇടയിലുള്ള 23 ഖമരി വർഷങ്ങളായിരുന്നു എന്നാണ്. അത് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് വലിയ തെറ്റ് പറ്റുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടില്ല എന്താ പറയുന്നത് നോക്ക്. അള്ളാഹു പറയുന്നത് പോലെ അയ്യോൽ അബ്ദു, ഏ അടിമേ, ഒരു ശ്രദ്ധിക്കണം, നമ്മളെ വിളിക്കുകയാണ്. അള്ളാഹു പറയുന്നത് പോലെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി പറയാം.
അതായത് ഖുർആൻ മൊത്തം വായിച്ചാൽ, ഓതിയാൽ, പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു ഇങ്ങനെ പറയുന്നതായിട്ടാണ്. അയ്യോൽ അബ്ദു, ഓ അടിമേ, ലാ ബുദ്ദ ലിനിഅമതി മിൻ ആഖിരിൻ, ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു നിഅമത്തുകൾക്ക് ഒരു ഏറ്റെടുക്കുന്ന ആളെയാണ് എനിക്ക് ആവശ്യം. എനിക്ക് നിഅമത്ത് പടക്കലല്ല ആവശ്യം, നിഅമത്ത് കൊടുത്താൽ തീരാത്തത്ര ഞാൻ എനിക്ക് നിഅമത്ത് ഇനി പടക്കലല്ല ആവശ്യം, അതിനും മാത്രം നിഅമത്ത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയും പടക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യും. പിന്നെന്താ വിഷയം? വലാ ബുദ്ദ ലിനിഅമതി മിൻ ആഖിരിൻ, എനിക്ക് ആ നിഅമത്ത് ഏറ്റെടുക്കുന്ന ഒരാളെയാണ് കിട്ടുന്നത്. ഞാൻ ആളെ തരിക, കൊടുക്കാൻ പറ്റിയ ഒരാളെ ഞാൻ തരിക. ഞാൻ എന്ത് ചെയ്യില്ല, ആവശ്യങ്ങൾ ആളുകൾ ആവശ്യപ്പെട്ടിട്ട് സാധനം കൊടുക്കാൻ കഴിയാത്ത റേഷൻ കടക്കാരനല്ല. വളരെ ചിന്തിക്ക് അള്ളാഹുവാരല്ല, റേഷൻ കടക്കാരനല്ല, അള്ളാഹുവാരല്ല, മുഖ്യമന്ത്രിയല്ല, അള്ളാഹുവാരല്ല, പ്രധാനമന്ത്രിയല്ല. അവർക്കൊക്കെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ കഴിയൂല. ഇന്ത്യയിലെ 141 കോടി ജനങ്ങളും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യാനാണ് കഴിയും? മനസ്സിലായില്ലേ? അങ്ങനെയല്ല. എങ്ങനെയാണ്? ഒരു നാട്ടുകാർ മുഴുവനും ഒരു ദിവസം രാവിലെ നാട്ടിലെ റേഷൻ കടയിലുള്ള ആളുകൾ മൊത്തം അരിക്കണം വന്നാൽ അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അയാൾ എന്താ പറയാം, ഒരു ലോഡേ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് ചാക്ക് തിരിച്ചു കൊടുത്തിട്ട് അടുത്ത ലോഡ് വാങ്ങണം, നിങ്ങളെല്ലാവരും ഒന്ന് വരുമെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു? ഇതെന്താ ഇവിടെ വല്ല കൊറോണ ഉണ്ടാകുമ്പോഴുണ്ടാ ഇങ്ങനെ എന്തിനാ എല്ലാവരും വന്നത്? ഇതാണ് ആര് ചോദിക്കുക? റേഷൻ കടക്കാരൻ. നടക്കൂല, കുറച്ചാളെങ്കിലും പോകണം, നടക്കൂല. ഒരു ഡോക്ടറുടെ മുന്നിൽ 2 മണി വരെ അയാൾ നോക്കും, ഇയാൾ കഴിഞ്ഞു, ഡ്യൂട്ടി കഴിഞ്ഞു 2 മണി. അപ്പം ഇങ്ങനെ ക്യൂയിലുണ്ടെങ്കിൽ അത് കമ്പൗണ്ടർ കിടക്കുമെന്ന് പറയും, ഡോക്ടർ 1:59 വരെ നോക്കുള്ളൂ, അതിൽ കിട്ടണത് കിട്ടും, ബാക്കിയുള്ളവരെ പരിഗണിക്കാൻ ഡോക്ടർക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഡോക്ടർ ഫക്കീറാണ്. മനസ്സിലായില്ലേ? നാട്ടുകാർ മുഴുവനും ഒരു ധനാട്ടിൻ്റെ അടുത്തേക്ക് സക്കത്തിനൊന്നും അയാൾക്ക് കൊടുക്കാൻ കഴിയുമോ? പറയടോ, ഇല്ല. എന്തുകൊണ്ട്? അയാൾ ഫക്കീറാണ്. എന്നാൽ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. എന്റെ നിഅമത്തുകൾക്ക് ഏറ്റെടുക്കാൻ ഒരാളെയാണ് ആവശ്യം. എന്റെ ഫളലുകൾ സ്വീകരിക്കാൻ ഒരാളെയാണ് ആവശ്യം. എനിക്കൊരിക്കലും പഞ്ഞമില്ല. എനിക്കാകെ പഞ്ഞമുള്ളത് ഏറ്റെടുക്കാനുള്ള ആളുകൾക്ക് മാത്രമാണ്. സാധനത്തിന് ഒരു കമ്മി. ഗോഡൌൺ നിറച്ചിട്ടിട്ട് വൈകുന്നേരം വരെ കാലും പറപ്പിച്ച് ഇങ്ങനെ 200 റേഷൻ കടക്കാരൻ ആരും വന്നില്ല. അപ്പോൾ വിഷമം അത്ര இருக்கும். അത് അറബിൻ്റെ വിഷമം അത്രേ ഉള്ളൂ. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഇതെന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ നിഅമത്തുകൾ ഏറ്റെടുക്കേണ്ട ഒരാളെയാണ് ആവശ്യം. എൻ്റെ ഫളലുകൾക്ക് ഒരു സ്വീകാര്യ കർത്താവിനെയാണ് ആവശ്യം. ഫളലുകൾ എനിക്ക് ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിന് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ ഞാൻ യോഗ്യനുമാണ്. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ വാങ്ങിയാലും എൻ്റെ ഫളലിൻ്റെ 10% പോലും വാങ്ങിക്കൊണ്ട് പോകാൻ നിങ്ങൾക്കോട്ട് ആവില്ല. മനസ്സിലായോ? അനിൽ ഖനിയു, ഞാനാണ് മുതലാളി. ഈ ഉപകാരങ്ങളൊന്നും എനിക്ക് ആവശ്യമുള്ളതുമല്ല. ഞാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എനിക്ക് ആവശ്യവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തരാനാണല്ലോ. ഒതഹയത്തർത്തു ബാപ്പയും മക്കളും കൂടെ. അപ്പോൾ ആളുകൾ വന്നു എല്ലാവരും പോലെ തന്നെ. അപ്പൊ അങ്ങനെ ബാപ്പ കൊടുക്കും. നല്ല സഹിയായ ബാപ്പയാ, നല്ല ബാപ്പയാ. ബാപ്പയും മക്കളും കൂടി ഉദഹിയത്തർത്തു. അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ സഹിയായ വലിയ ധർമ്മിഷ്ഠനായ ബാപ്പ കൊടുത്തുകൊണ്ടേയിരുന്നു. 3/4 ഭാഗം കഴിഞ്ഞപ്പോൾ മകൻ വിളിച്ചാൽ എന്താ പറയാ, ഇങ്ങനെ ആ മൂലക്കുന്നൊരു 4-5 പീസെങ്കിലും എടുത്തൊരു ബാഗുള്ളിൽ കൊണ്ടേക്ക്. വൈകുന്നേരം നീ അമ്മക്ക് ചാറ്റിനൊന്നും ഉണ്ടാവില്ല.
വേഗം ജനങ്ങളെ വരവ് കണ്ടിട്ട് ഇവിടെ പോലെ എല്ലാം വരവാക്കിയാക്കൂല എന്നാ തോന്നുന്നത്. എന്തുകൊണ്ട്? അവരെ പൊരിയിൽ കറി ഉണ്ടാക്കണതുകൊണ്ട് തന്നെയാണ് ഞമ്മക്കും ചാച്ചിന് വേണ്ട. എല്ലാം കൂടെ വേണ്ടോ? ആരും കാണും വേണ്ട. കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നവൻ എന്താ പറയാ, ആ ഉള്ളിൽ തെറ്റ് വെച്ച് നേസം നിങ്ങളുടെ ഏരി അങ്ങനെ. ഞാനുണ്ടാക്കി വെച്ച ഞാമത്ത് എനിക്ക് ആവശ്യമില്ല, ഞാൻ അതിന്റെ ഉപകാരം എടുക്കണ ആളുമല്ല. ഒന്നും വേണ്ട എനിക്ക് തിന്നാൻ വേണ്ട, കുടിക്കാൻ വേണ്ട, സുഖിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കി വെച്ച വസ്തുക്കളുടെ ഉപകാരം എടുക്കുന്നതിനെ തൊട്ട് ഞാൻ ഖനിയാണ്, എനിക്കത് ആവശ്യമില്ല, ഞാൻ അതിന്റെ ആളുമല്ല. ഒന്നും ആവശ്യമില്ല. പിന്നെ എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് തന്നെയാണ് വേണ്ടത്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചേർക്കാണ് ആർക്കാണ്? നമ്മക്കാണ്. പിന്നെ നമ്മക്കത് കിട്ടണില്ലെങ്കിൽ നമുക്കത് കിട്ടണില്ലെങ്കിൽ ഇതേ വാതിലിന്റെ ഇതേ ചാവി തന്നെ മുള്ളു കിട്ടിട്ട് തുറക്കണില്ലെങ്കിൽ എന്തിനു കാരണം? ഇട്ടത് ശരിയായിട്ടില്ല. ചാവി അതന്നെ, വാതിലും അതന്നെ. മനസ്സിലായില്ല? ചാവി തെറ്റിട്ടില്ല, ഇതേ ചാവി ഇതേ വാതിൽ, പക്ഷെ ഉള്ളു കിട്ടിട്ട് തുറക്കണില്ല. എന്താ മനസ്സിലാക്കേണ്ടത്? നീ ബത്തപ്പാടിൽ നിനക്ക് മൂത്രിക്കാൻ മുട്ടിയിട്ടുണ്ട്. ഈ ബത്തപ്പാടിൽ പല്ല് പൊളിയാൻ നല്ല ശരിയാവൂല. മൂത്രത്തിലേക്ക് ഇപ്പൊ ചിന്തിക്കണ്ട. ഒരു സെക്കൻഡെങ്കിലും മൂത്രം ഇപ്പോൾ ഉണ്ട് എന്ന് ചിന്തിക്കാതെ മെല്ലെ ഒന്ന് ഇട്ടോക്ക, ഇപ്പൊ കയറും. അപ്പൊ എന്താ പറ്റിയത്? എന്റെ കൂടെ വാ. എന്താ പ്രശ്നം എന്താ തുറക്കത്തിന് കാരണം? പറയും ഞങ്ങളെ, എന്താ തുറക്കത്തിന് കാരണം? പറയും. എന്താ ഈ വാതിലേക്ക് ഇതേ വാതിലിന്റെ ചാവി ഇട്ടിട്ട് നമ്മൾ തുറക്കുന്നില്ല? എന്താ കാരണം? വാതിൽ ഒറിജിനൽ, ചാവി ഒറിജിനൽ. പിന്നെ എന്താ പ്രശ്നം? നീ അതിലേക്ക് ഇട്ടത് ശരിയായിട്ടില്ല. ബസ് അത്ര അത്രമാത്രം. എനിക്കൊരു ആവശ്യമല്ല. ഒരു 3 കിലോത്തിന് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തോട്ടത്തിന് മേങ്കൊള്ളു കുറച്ച് നമുക്ക് വൈകുന്നേരം ഈ പരിപാടിയില്ല. ഒന്നും വേണ്ട. എനിക്കത് കൊടുത്തു തീർക്കണം. ഇപ്പോൾ തന്നെ 1%, എൻ്റെ റഹ്മത്തിന്റെ 1% വരെ എപ്പോഴും തീർന്നിട്ടില്ല. ഇവിടെ ഊതാനായി. നിങ്ങൾ വേഗം വാങ്ങണം. മനുഷ്യരെയോ മനുഷ്യർ വേറെയാണ്. അവിടെ 99. ഇതെന്നെ നിങ്ങൾ വാങ്ങി തീർക്കണില്ല. പിന്നെ മനുഷ്യർ അല്ലാഹു തആല 100 റഹ്മത്തിനെ പടച്ചിട്ട് 1 റഹ്മത്തിനെ കെട്ട് മാത്രമേ ദുനിയാവിൽ കഴിക്കുള്ളൂ. എന്നിട്ട് മനുഷ്യന്മാർക്ക് അത് വാങ്ങി തീർക്കാൻ കഴിയില്ല. അപ്പോൾ റഹ്മത്തിഹി 99. ذخر الله لعباده المؤمنين في الآخرة. اللهم اجعلنا من المندفعين بها. 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 اللهم اجعلنا من القابلين منها. اللهم اجعلنا من القابلين منها. اللهم اجعلنا من الآخذين منها. اللهم اجعلنا من الآخذين منها. اللهم اجعلنا من المندفعين منها. آمين برحمتك يا أرحم الراحمين. بحق وبجاه جود النبي المصطفى وبحق نور النبي المصطفى. حسبي ربي جل الله على النبي صلى الله. فلو سألتني أن أمنعك رزقي ما جبتك. എന്റെ റിസ്ഖ് നിന്റെ റിസ്ഖൊന്നും ഇനി നീ എനിക്ക് തരരുത് എന്ന് നീ എന്നോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഞാൻ നിനക്ക് ഉത്തരം തരുകയില്ല. എനിക്കിത് കൊടുക്കാൻ ആള് വേണ്ടേ? ലൗ സഅൽതനി, നീ എന്നോട് ദുആ ചെയ്താൽ, അൻ അംനഅക, ഞാൻ തടയണമെന്ന്, റിസ്ഖി, എന്റെ റിസ്ഖ്, ലക, പറ, നിനക്ക് തരാനുള്ള തന്നുകൊണ്ടിരിക്കുന്ന റിസ്ഖ്, നാളെ മുതൽ എനിക്ക് റിസ്ഖ് തരരുത് എന്ന് നീ പറഞ്ഞാൽ മാ ജബ്തുക, ഞാൻ നിനക്ക് ഉത്തരം തരൂല. എന്തുകൊണ്ട്? ഇത് കൊടുത്തു തീർക്കണ്ടേ?
എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം, എന്റെ കൂടെ വരണം. ചോദിക്കേണ്ടത് ചോദിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ചോദിക്കേണ്ടതില്ലാത്ത ചോദിക്കണത്, ചോദിക്കേണ്ടത് ചോദിക്കാനല്ല. നീ എന്നോട് യാചിച്ചാൽ എന്റെ റിസ്ക് ഞാൻ നിനക്ക് തടയണമെന്ന് നീ എന്നോട് യാചിച്ചാൽ, ദുആ ചെയ്താൽ, കുട്ടികളെ, ഞാൻ നിനക്ക് ഉത്തരം തരില്ല. അല്ലേ? അങ്ങനെ തന്നെ അർത്ഥം. മനസ്സിലായല്ലോ തങ്ങളെ? പിന്നെ എന്റെ ഫളിലിൽ നിന്ന് ഞാൻ നിനക്ക് ഇന്ന് മുതൽ ഹറാമാക്കണമെന്ന്, എന്റെ ഫളിലിൽ നിന്ന് ഇന്ന് മുതൽ ഞാൻ നിനക്ക് ഹറാമാക്കണം, തടയണം എന്ന് നീ വാദിച്ചാലും മഹറം തുക, ഞാൻ ഹറാമാക്കുകയില്ല, ഞാൻ തന്നോണ്ടേയിരിക്കും. എന്തുകൊണ്ട്? എനിക്ക് കൊടുക്കാൻ ആളുണ്ട്. അപ്പോൾ നിനക്ക് കിട്ടുന്നത് നീ ചോദിച്ചതല്ല, നിനക്കത് ചോദിക്കണ്ടേ ആവശ്യമില്ല. നിനക്കെന്റെ ആവശ്യം തന്നെയല്ല. എന്തുകൊണ്ട്? അത് കിട്ടിയിരിക്കും. ആ ഓടിന്റെ മേലെന്ന് ഒരാൾ എന്ത് ചെയ്തു? ഒരു ഓസ് പിടിച്ചിട്ട് വെള്ളം അവിടുന്ന് ഒഴിക്കിയാൽ താഴെയുള്ള ആൾ തേർക്കണോ? പഠിച്ചോനെ വെള്ളം വരച്ചെന്ന്. മനസ്സിലായില്ല? ആ ഓടിന്റെ മേലെ ഒരു 1.5 ഇഞ്ചിന്റെ അല്ലെങ്കിൽ 2 ഇഞ്ചിന്റെ ഒരു ഓസ് പിടിച്ചിട്ട് ഒരാൾ അവിടുന്ന് നല്ല നിറഞ്ഞു കിടക്കുന്ന ടാങ്ക് നിറഞ്ഞു കിടക്കുന്ന അവിടുന്ന് പൈപ്പ് ഓണാക്കിയിട്ടാൽ താഴെ ഇറക്കണ ആൾ ദ്വാരക്കണോ? അൽ-ഫാത്തിഹ അത് താഴത്തേക്ക് എത്തണേ. എന്തുകൊണ്ട്? ഞങ്ങളോടായി പോയല്ലോ പറഞ്ഞത്. അങ്ങനത്തെ ഒരു കുറ്റം കണ്ടോ? എന്തുകൊണ്ട്? അത് മേലെന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ താഴെത്തൂലേ? അതായത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും, തന്നിരിക്കും. കാരണം എനിക്കിന്റെ കയ്യിൽ അതിന് മാത്രം. ഇനി തരരുതെന്ന് പറഞ്ഞു തരും. കാരണം ഇതിന്റെ സൃഷ്ടിയാണ്, എനിക്ക് തന്നെ ഇഷ്ടമാണ്. നിനക്ക് തരാൻ ഉണ്ടാക്കിയല്ലേ, എനിക്ക് വാങ്ങൂല പറഞ്ഞാല്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നമ്മളിവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ 500 ആൾക്ക് ചോറ് വെച്ചു, 200 ആളെ വന്നുള്ളൂ എങ്ങനെ എന്താ പറയാ? ഇത് തുടങ്ങിയാൽ അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ആരും വാങ്ങാതെ പോകരുത്, വാങ്ങാതെ പോകരുത്, വാങ്ങാതെ പോകരുത്, വാങ്ങാതെ പോകരുത്, വാങ്ങാതെ പോകരുത് ഇനി ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം 200 ആൾക്കുള്ള ഭക്ഷണമാണ് വെച്ചിട്ടുള്ളൂ. 500 ആൾ വന്നാലോ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കണല്ലേ. ഞാൻ പിന്നെ വേറെല്ലോട് വർത്താനം പറഞ്ഞു, അങ്ങനെ വർത്താനം പറഞ്ഞു. അല്ല, നിങ്ങൾ ഇതൊന്നും പറയുന്ന പറഞ്ഞാൽ പറയില്ല. എന്തുകൊണ്ട്? മനസ്സിലായില്ല? ആരും ചോറ് വാങ്ങാതെ പോകരുതെന്ന് പറയണേ നിങ്ങൾ പറഞ്ഞാലും ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കില്ല, തിരക്കുള്ളതായി അഭിനയിക്കും. എന്തുകൊണ്ട്? മാനം കെടും നിങ്ങൾക്ക് പേടിയുന്ന പോലെ. അല്ലാഹു തആല പേടിയില്ല. എന്തുകൊണ്ട്? ഈ ലോകത്ത് ഇതുവരെ വന്ന ജനങ്ങളെ 100 വട്ടം ആവർത്തിച്ച് അവർക്കൊക്കെ കൊടുക്കേണ്ടി വന്നാലും ഇപ്പോൾ പടച്ചു വെച്ച ഫളലിന്റെ ബാക്കിയാണ്. പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടണത് നമ്മൾ ദുആ ചെയ്തതല്ല, ഒന്നേരം തീരുമാനിച്ചാണ്. ദുആക്ക് വേറെ ആവശ്യമുണ്ട് ഇവിടെ, അത് ദുആർക്കന്നല്ല. മനസ്സിലായില്ലേ? ഇത് ദ്വാരക്കണ്ടെന്നല്ല, ഇത് നിന്റെ അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ. അല്ലാഹുമ്മ ലാ, ഒരു ദുആയാണ്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. മുൻഗാമികൾ എല്ലാവരും പിൻഗാമികളും മുൻഗാമികളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദുആയാണ്. ഒന്ന് ചൊല്ലി. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. ഒന്നുകൂടെ. അല്ലാഹുമ്മ لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. اللهم لا تجعل الدنيا ദുനിയാവിനെ നീ ആക്കരുതേ അക്ബറ ഹമ്മിന, ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം, ഞങ്ങളെ ഏറ്റവും വലിയ ഉദ്ദേശവും മനക്ലേശവും പ്രശ്നവും തലവേദനയും എന്താക്കരുത്, ദുനിയാവാകരുത്. അത് വെറുതെ കരുത്. അതിനിങ്ങനെ
ബിരിയാണി വെച്ച് കൊടുക്കുന്നിടത്ത് അതിന് യാചിക്കുക, ബിരിയാണി ലേശം തരണേ, അതിൻ്റെ വേസ്റ്റ് പുറത്തിട്ടിട്ട് അത് തരണേന്ന് യാചിക്കൂ. അതാർക്കും കൊണ്ടുപോകാൻ വേണ്ടി വെച്ചല്ലേ. ദുനിയാ ജീഫത്തുൻ വത്വാലിബുഹാ കിലാബ്. ദുനിയാവെന്നാൽ ഒരു ശവമാണ്, അതിനു വേണ്ടി മാത്രം ഓടി നടക്കുന്നവൻ നായിയാണ്. നായ്ക്കളുടെ സ്വഭാവമാണ് ശവത്തിൻ്റെ പിന്നാലെ ഓടൻ. മുത്തറസുലമാണ് വേണ്ടെന്നല്ല, അതിനെ നടക്കുക. മുത്തറസുലാണ്. അദ്ദുനിയാ ജീഫത്തുൻ, ഇതൊക്കെ അദ്ദുനിയാ ജീഫത്തുൻ വത്വാലിബുഹാ കിലാബ്. തഅലീമുൽ മുതഅല്ലിമിൽ പോലും ഈ ഹദീസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് സ്ഥലത്തുണ്ട്. ദുനിയാ ജീഫത്തുൻ വത്വാലിബുഹാ കിലാബ്. ദുനിയാവ് അനുഭവിക്കലല്ല, അതിന്റെ ത്വാലിബാവുക. അയിമ തന്നെ ചുറ്റുക, എങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുക ദുനിയാവിനെ. ദുനിയാ ഒരു പരിപാടിക്ക് അവസാനം ഭക്ഷണം കൊടുക്കും, എന്നാ ഒരുത്തം വന്നത് ഭക്ഷണത്തെമ്പിനെങ്ങനെ ചുറ്റി നടന്നു. അതേസമയം തിന്നൂലെന്നില്ല. പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. പക്ഷെ ഓനെ ത്വാലിബല്ല, ഓനെ പരിപാടിയിലെ അടിസ്ഥാനത്തിന്റെ ത്വാലിബാണ്. അവിടെ പറയുന്ന നന്മയുടെ ത്വാലിബാണ്, ചോറിന്റെ ത്വാലിബല്ല. ഈ ചോറൊന്നും ഇല്ലെങ്കിൽ പട്ടി കിടക്കാൻ അവന് കഴിയും. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ടാ തീർന്നു പറഞ്ഞു. അൽഹംദുലില്ലാ, നന്നായി പട്ടി കിടക്കാൻ. പട്ടി നടക്കൂല, നന്മയാണ്. മനസ്സിലായില്ലേ? അവനെ തിന്നാൻ കിട്ടുമ്പോൾ തിന്നുന്നവൻ ത്വാലിബല്ല. വന്നപ്പോ തന്നെ അവൻ ചിറ്റാണ്. എന്തിനെ പറയാ മക്കളെ, എന്തിനെ ഭക്ഷണ ചെമ്പിനെ? അപ്പോൾ അവൻ ആരാണ്? അവൻ ത്വാലിബുത്വായമാണ്. മറ്റതോ അൽ മുന്തഫിയുബിത്വായമാണ്. അതിന് ഉപകാരം എടുത്തു, പക്ഷെ ത്വാലിബല്ല. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ത്വാലിബുദ്ദുനിയല്ല. പക്ഷേ മനസ്സിലായില്ലേ, ദുനിയാവ് അല്ലാഹു കൊടുത്തു, ഉപകരിച്ചു, നാട്ടുകാരുപകരിച്ചു. എന്തല്ല പറ എന്തല്ല? ത്വാലിബല്ല. അതിന്റെ പിന്നാലെ നടക്കുന്ന ആളല്ല, ഉപകരിക്കും. അള്ളാഹു ദുനിയാവ് തന്നാൽ അതിൽ നിന്റെ അംശം നീ എടുക്കണമെന്ന് അള്ളാഹ്ക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാ സൂറത്ത് ആരോട് പറഞ്ഞു? ഒരു വാക്ക് പറഞ്ഞേ. ഖസസ്, സൂറത്തുൽ ഖസസ്. ആരോട് പറഞ്ഞു അള്ളാഹു? ഇന്ന ഖാറൂൻ. ആരോട് പറഞ്ഞു? തൊട്ടപ്പുറത്തായത് ഇന്ന ഖാറൂനാ തുറന്നു പറഞ്ഞത്. ആരോട് പറഞ്ഞു? ഖാറൂനോട് പറഞ്ഞു. ഇജ് മലയാളിയാണ്, ഞാൻ വല തന്നിട്ടുണ്ട്, ഇജ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇജ് അതിന്റെ ഉപകാരം എടുക്കണം എനിക്ക് വിരോധമല്ല. ഇജ് സാധുക്കൾക്ക് തടയുന്ന മാത്രമേ എനിക്ക് വിരോധമുള്ളൂ. നീ മറക്കരുത്. നിന്റെ ഭാഗധേയം ദുനിയാവിൽ നിന്നുള്ള നിന്റെ ഭാഗധേയം നീ മറക്കേണ്ട. അത് നീ എടുത്തോ. പക്ഷേ ഞാൻ നിനക്ക് ചെയ്തത് പോലെ നീ ജനങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്റെ കൈകളൊക്കെ നിനക്ക് തന്നിട്ടില്ല, നീ നിന്റെ കൈകൾ മുഴുവൻ നാട്ടിൽ കൊടുക്കും വേണ്ട. എങ്ങനെ മക്കളെ, ഞാൻ നിനക്ക് ചെയ്തു തന്നതുപോലെ നീ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. ഞാൻ എന്റെ കയ്യിലുള്ള എല്ലാ നിയമത്തും നിനക്ക് തന്നോ? ഇല്ല. ഒരാവശ്യമുള്ളത് തന്നു. നീയും എന്ത് ചെയ്താൽ മതി? നിന്റെ മുതൽ മുഴുവൻ നാട്ടുകാർ കൊടുക്കണ്ട, വരുന്നൊരു ആവശ്യത്തിന് കൊടുത്താളാ. നിന്റെ കയ്യിലും പാടുണ്ടല്ലോ. നീയും പെണ്ണുങ്ങളും നീ എന്ന നിലക്ക് വലിയ ആവശ്യങ്ങളുണ്ടാവും. നീ മലയാളിയല്ലേ, എനിക്ക് സാധാരണ ഓട്ടോറിക്ഷ പോകാൻ പറ്റൂല. അതിനനുസരിച്ചൊക്കെ നീ എടുത്തോ. നീ വലിയ വണ്ടിയിൽ യാത്ര ചെയ്തോ. നീ മലയാളി, ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. വലിയ വണ്ടിയിൽ യാത്ര ചെയ്തൽ തെറ്റാണോ? പറയടൂ, വലിയ വണ്ടിയിൽ യാത്ര ചെയ്തൽ തെറ്റാണോ? കടം വാങ്ങിയ അല്ല, അള്ള കൊടുത്ത മുതല്. പള്ള നിറച്ച് മുതൽ കൊടുത്തു, എന്നിട്ടും മാരുതി 800 പോകുള്ളൂ. വലിയ മുതൽ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് റോട്ടുമൊക്കെ ഇറങ്ങിക്കും. ഏതെങ്കിലും ബൈക്കിന് കൈയാട്ടിയോണ്ട് ഓട്ടോറിച്ച് കൈയാട്ടൂല, പിന്നെ 10 രൂപ കൊടുക്കേണ്ടി വരും. റോഡ് സൈഡിലേക്ക് ഇറങ്ങിക്കും. എല്ലാവർക്കും വലിയ മുതലുണ്ട്, പള്ളർച്ചുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഇതിന്റെ ഹദീസ് قال رسول الله صلى الله عليه وسلم ان الله يحب ان يرى اثر نعمته على عبده. അല്ലാഹു ഒരു അബ്ദിനെ നിഅമത്ത് കൊടുത്താൽ അതിന്റെ അടയാളം അവനിൽ കാണുന്നതും അല്ലാഹുക്ക് ഇഷ്ടം തന്നെയാണ്. ഇതിക്ക് ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. വേഗം എഴുതി. ഇന്നല്ലാഹ
യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു. മനസ്സിലായില്ലേ നിങ്ങളെ? മനസ്സിലായില്ലേ? ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരാള് ഹബീബ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിരുന്നു. ഫറആഹു റസ്സ സിയാബി, വളരെ ദ്രവിച്ചു പോയ പഴകിയ വസ്ത്രം. ഒരാൾ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിരുന്നു. അയാൾക്ക് ഫറആഹു റസ്സ സിയാബി, വളരെ പഴകിയ വസ്ത്രമാണ് അയാൾക്ക്. അപ്പോൾ ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ ലക മിൻ മാലിൻ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മുതലില്ലേ എന്ന് റസൂലുള്ളാഹി അയാളോട് ചോദിച്ചു. മിൻ കുല്ലിൽ മാലി യാ റസൂലുള്ളാഹ്, ഒക്കണ്ട് നബിയെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഹനീതത്. എന്റെ സന്ദർഭം വെക്കണേ. ഒരാൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ വന്നിരുന്നു. മലയാളത്തിൽ എഴുതിക്കള. ഒരാൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ വന്നിരുന്നു. ഫറആഹു റസ്സ സിയാബി, വസ്ത്രങ്ങളൊക്കെ പറ്റ പഴകിയതും ദ്രവിച്ചതും തുന്നിക്കുട്ടിയതുമായി നബി അയാളെ കണ്ടു. അപ്പോൾ നബി അയാളോട് ചോദിച്ചു ഹൽ ലക മിൻ മാലിൻ. നബിക്കറിയാക്ക് മുതലുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കണേ. അല്ലാതെ ദരിദ്രനെ വഷളാക്കാൻ അങ്ങനെ ചോദിക്കൂല. ഹൽ ലക മിൻ മാലിൻ, നിങ്ങൾക്ക് മുതലില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു മിൻ കുല്ലിൽ മാലി യാ റസൂലല്ലാഹ്, മിൻ കുല്ലിൽ മാലി യാ റസൂലല്ലാഹ്. എല്ലാം ഉണ്ട്. തോട്ടുണ്ട്, ഒട്ടകക്കൂട്ടുണ്ട്, കച്ചവടമുണ്ട്, എല്ലാമുണ്ട് നബിയെ. ഫഖാല, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. ഒരു അബ്ദിന് അല്ലാഹു തആല നിഅമത്ത് ചെയ്തു കൊടുത്താൽ അതിന്റെ അടയാളവും അയാളിൽ കാണുന്നത് അല്ലാഹു തആലക്ക് ഇഷ്ടാണ്. തന്റെ മുതലിനനുസരിച്ച് വണ്ടി വാങ്ങിക്കോ. നിഅമത്ത് പിന്നെയും കൂടി. റോൾസ് റോയ്സ് ബുക്ക് ചെയ്തോ, അത് മനുഷ്യന്മാർക്ക് യാത്ര ചെയ്ത് ഉണ്ടാക്കിയാനല്ലേ? എന്തായാലും കള്ളുടിക്കലല്ലേ തെറ്റുള്ളൂ. റോൾസ് റോയ്സിൽ യാത്ര ചെയ്യൽ തെറ്റാണോ? പറയടോ, തെറ്റാണ്. എന്ത് ഉള്ളോന് ബ്രിട്ടീഷ് യാത്ര ചെയ്യുന്ന എന്ത് തെറ്റാണ്? നമ്മളെപ്പോലത്തെ ആളുകൾക്ക് വേണ്ട. നമ്മൾ കടവും കള്ളിയും നമ്മൾ വാങ്ങണ്ട. അതേ സമയത്ത് അല്ലാഹു നിനക്ക് നിഅമത്ത് ചെയ്തു. ഹെലികോപ്റ്ററിലെ പോകുന്നു, അതിന് തെറ്റാള്. നിനക്ക് പേഴ്സണൽ വിമാനമുണ്ട്, അതിൽ തെറ്റാള്. ഒരാൾക്ക് പേഴ്സണൽ വിമാനം ഉണ്ടായാൽ തെറ്റാണോ? പറ കുട്ടി, ആണോ? അതിന് മാത്രം അല്ലാഹു കൊടുത്താൽ കലക്ടർക്ക് 2 ലക്ഷം ഉണ്ടാവും മാസത്തിൽ ശമ്പളം. അപ്പൊ നിങ്ങൾ സമരം ചെയ്യണ്ട, അയാൾക്ക് അതിന് മാത്രം ചെലവുണ്ടാവും. അയാൾക്ക് സദസ്സിന്റെ ബാക്കിൽ കുത്തിരുന്നാണ്ട് അവിടെ വെറുതെ വിതരണം ചെയ്യുന്ന കുലാബി മുറിച്ച് പോരാൻ പറ്റൂല. പറ്റൂ? കലക്ടറോട് വന്ന് ബാക്കിലേക്ക് പറ്റും. അയാളനുസരിച്ച് ചെലവുണ്ടാവും. അയാളെ കുടുംബം വരുമ്പോൾ അയാൾ ആ നിലക്ക് പരിഹരിക്കേണ്ടി വരും. നാട്ടുകാരെടുത്ത് ഇറങ്ങി അയാളെ വരും. ഇപ്പൊ കലക്ടർ പള്ളി കമ്മിറ്റി പള്ളിക്ക് ജുമാക്കുന്നു. അപ്പൊ അവിടെ മോലിയർ പറയുന്നുണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ട്, വലിയ സംഗതി ഉണ്ട്, ദർസിലെ കുട്ടികൾക്ക് അരി കിട്ടിയിട്ടില്ല, ഭക്ഷണമില്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ തലവാഴ്ത്തിരിക്കാൻ വേണ്ട. അയാൾ എന്താ പറയേണ്ടത്? അയാൾ മുക്കറിനെ വിളിച്ചാൽ പറയാം, കുത്തു തുടങ്ങാൻ വേണ്ടി പറയും, ഒരു വർത്താനം പറയണ്ട. അങ്ങനെയാണ് പറയുന്നത്. കുത്തു തുടങ്ങാൻ നേരത്തെ ഈ ജാതി വർത്താനം പറയണ്ട, വേഗം ജുമാ കൊടുക്കാൻ പറയും. കലക്ടർ ഓർഡർ ഇട്ടു. അത് കഴിഞ്ഞാൽ അയാൾ വേഗം ഈ ഗുമസ്തനോട് എന്ത് പറയും? അയാൾക്ക് വേണ്ടി അരി വെച്ച് വാങ്ങിക്കൊടുക്കും. അതാ ഒരാൾ സ്റ്റാൻഡ് അനുസരിച്ച് അയാൾ ചെയ്യുമ്പോഴാണ് അയാൾ മാന്യനാകുക. അത് അയാൾക്ക് ഹിസ്സാണ്. മനസ്സിലായില്ലേ? അപ്പൊ അയാൾക്ക് അതിന് മാത്രം ശമ്പളം വേണ്ടി വരും. കാരണം അയാൾക്ക് അതിന് മാത്രം എന്തുണ്ടാവും? പറയേ, നമ്മളെപ്പോലത്തെ ചെലവാണോ കാറൂനുള്ളത്? അല്ല. ഓരോരുത്തരും അതൊന്നും എടുക്കുന്നതിന് അള്ളാഹ്ക്ക് ഒരു വിരോധമല്ല. അയിമജ് കൂടുക, അതിലെ വിരോധമുള്ളൂ. അയിമജ് കൂടണ്ട, അത് ഞാൻ ഏറ്റതാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു മുതലാളിയെ പറ്റി നമ്മൾ അധ്വാനിച്ചുകൊണ്ട് മുതലുണ്ടാവില്ല. അള്ളാഹുവിന്റെ തഖ്ദീറാണ്. മനസ്സിലാവില്ല, ചിന്തിക്കണം. എൻ്റെ വാപ്പ പറഞ്ഞൊരു കഥ ഉണ്ട്. ഒരു മുതലാളി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ണൂർ കഴിഞ്ഞപ്പോൾ വലിയ തോട്ടം കണ്ടു. കോഴിക്കോട്ടുകാരനോ മലപ്പുറക്കാരനുമാണ്. പഴയ കാലത്തെ കഥ പറയാം. ബാപ്പ ബ്രിട്ടീഷുകാരൊക്കെ കാലത്തായിരിക്കും കഥ പറഞ്ഞു. അയാളെ പേര് ബാപ്പ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ചെറിയൊരു ഓർമ്മയുണ്ട്. പക്ഷെ അതിങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിൽ ശക്തമായ സംഗതി പറഞ്ഞാൽ അതല്ലെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയ പ്രശ്നം ഉണ്ടാവും എന്നോട് പറയാൻ. ഏതായാലും അയാൾ യാത്ര ചെയ്യുന്ന നേരത്ത് കണ്ണൂർ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു സ്ഥലത്തിറങ്ങി സുന്നത്ത് സ്കരിച്ചു. കയറിയപ്പോൾ ഒരു തോട്ടത്തിൻ്റെ വിശാലമായ തോട്ടമുണ്ട്. അപ്പോൾ അവിടുത്തെ നോട്ടക്കാരനെ വിളിച്ച് ചോദിച്ചു, ഈ തോട്ടം എൻ്റെ മുതലാളി വിൽക്കുമോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, വെക്കൂല, എൻ്റെ മുതലാളിക്ക് അതിന് മാത്രം തോട്ടങ്ങളുണ്ട്. ഏതായാലും എൻ്റെ തൊഴിലാളി അന്വേഷിച്ചു പിടിച്ചപ്പോൾ ഇയാളന് മനസ്സിലായില്ല മുതലാളി ആരാ. ഇയാളന് ഇതിൻ്റെ തോട്ടമാണെന്ന് പോലും അയാൾക്ക് അറിയില്ല. അതിന് മാത്രം കൊടുത്തു. അങ്ങനെ ഉണ്ടാവില്ല.
മൊലാളിന്റെ അഡ്രസ് ഒക്കെ നാളെ കൊണ്ടാ ഞാൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അഡ്രസ് എഴുതി കൊടുത്തത് അയാൾ ആരതാ മനസ്സിലായില്ല. ഈ നോട്ടക്കാരൻ അഡ്രസ് എഴുതി കൊടുത്തത് ഈ മൊലാളിന്റെ തന്നെയാണ്. മൊലാളിനെ ഇതുവരെ കണ്ടിട്ടില്ല, മൊലാളി പൈ കണ്ടിട്ടില്ല, മൊലാൾ തോട്ടം കണ്ടിട്ടില്ല. അതിന് മാത്രം അല്ലാഹു നിഅമത്ത് വാരിക്കോരിയാണ് കൊടുക്കാലോ. എന്നെ കൊടുത്തൂടെ പറ? കൊടുക്കാലോ, കൊടുക്കാം. അല്ലാഹു തആല കൊടുക്കാം, അവിടാൻ അനുഭവിക്കാം. ഇതിന് പിന്നാലെ കൂടണ്ട, ഞാൻ ഏറ്റതാണ്. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا. ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ പരിസമാപനവും ദുനിയാവാകരുതേ. ഒരാൾ എന്തിനെ പറ്റിയേ പഠിച്ചുള്ളൂ? ദുനിയാവ്. അവനെ ലാസ്റ്റ് ഒരു വിജ്ഞാനത്തിന്റെ പരിസമാപനം. വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എന്റെ വിജ്ഞാനത്തിന്റെ പാരമ്യതയിൽ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്നതിന് അപ്പുറം എനിക്ക് പറയാൻ അറിയൂല. പുണ്യ റസൂലിനെ പറ്റി എന്തൊക്കെയാ നബി എനിക്കറിയില്ല. ഒരു മനുഷ്യനാണ്. മനുഷ്യൻ എന്തൊക്കെ ആകാമോ അതൊക്കെയാണ്. പിന്നെ പറഞ്ഞു അത് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ആ ശരീരം കിട്ടിയതാണെന്നും അഭിപ്രായമുണ്ട്. അരവരി എഴുതിയിട്ട് കൊഴങ്ങി ഇങ്ങനത്തെ ബാക്കി എഴുതുക. അപ്പോൾ പുണ്യ റസൂൽ റൗളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്. എന്റെ വിജ്ഞാനത്തിന്റെ പാരമ്യതയിൽ, എന്റെ വിജ്ഞാനത്തിന്റെ പരിസമാപനത്തിൽ, അതിനു വേണ്ടിയിട്ടാണ് ആ വാക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്ന്. അല്ലാഹുമ്മ ലാ തജ്അൽ ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. ഞങ്ങളെ വിജ്ഞാനത്തിന്റെ പരിസമാപനം ദുനിയാവാകരുത്. നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവ് ഞങ്ങൾ കുറച്ചേ അറിയുള്ളൂ, ബാക്കി എമ്പാടും അറിയും. അള്ളാൻ എമ്പാടും അറിയും. അള്ളാൻ എത്ര അറിഞ്ഞാലും, നീ എത്ര അറിഞ്ഞാലും ഒന്നും ആവില്ല. റസൂലിനെ എത്ര അറിഞ്ഞാലും ഒന്നും ആവില്ല. റസൂലിനെ ഒരാൾ എത്ര അറിഞ്ഞാലും പറ, റസൂലിനെ എത്ര അറിഞ്ഞാലും പറ, ഒരാൾ റസൂലിനെ എത്ര അറിഞ്ഞാലും പറ, റസൂലിനെ എത്ര അറിഞ്ഞാലും. അപ്പൊ എത്ര അറിഞ്ഞാലും ഒന്നും ആവില്ലാത്തൊരു വിജ്ഞാനുണ്ട്. മനസ്സിലായില്ലേ? പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരായുസ് മുഴുവനും പഠിച്ചാലും ഒന്നും അറിയൂല. അല്ലാഹുവിനെ ഒരാൾ എത്ര പഠിച്ചാലും ഒന്നും അറിയൂല. അപ്പൊ വളരെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. ഞാൻ തുടർന്ന് വന്നത് വലാ തുസല്ലിത് അലൈനാ, ഞങ്ങളെ മേൽ നീ അധികാരിയാക്കരുത്. മല്ലാ യഖാഫുക, നിന്നെ ഭയപ്പെടാത്തവരും വലാ യർഹമുന, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരും. ഇത് തറത്തുബ. എന്താ അങ്ങനെ തറത്തുബാകാൻ കാരണം? അതുണ്ടെങ്കിൽ ഇതുണ്ടാവും. ഇതുണ്ടായതിന് കാരണം അതുണ്ടായതാണ്. തിരിഞ്ഞിട്ടില്ല. ഇതിനെ തുടർന്ന് പറഞ്ഞ വിഷയമല്ല, വേറെ വിഷയമാണ്. ഞങ്ങളുടെ മേൽ നീ അധികാരിയാക്കരുത്. മൻ, ഒരാളെ ലാ യഖാഫുക, അയാൾ നിന്നെ പേടിക്കുകയുമില്ല. വലാ യർഹമുന, ഞങ്ങളോട് കരുണ കാണിക്കുകയുമില്ല. നിന്നെ ഭയപ്പെടാതിരിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യാതിരിക്കുന്ന ഒരാളെ ഞങ്ങളുടെ മേൽ നീ അധികാരിയാക്കരുത്. അങ്ങനെ അധികാരിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ കാരണം? അതാ കാരണം ഇതുണ്ടാകാൻ. ഉണ്ടായിട്ടുണ്ടാവും. ഏത് 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 പറ ഞങ്ങളെ. എന്ത്? ദുനിയാവ് നമ്മളെ ഹമ്മാവുക. നമ്മളെ വിജ്ഞാനത്തിന്റെ പരമാവധി ദുനിയാവാകുക. നമ്മളെ ഏറ്റവും വലിയ മനസ്സിന്റെ ഹമ്മ് എന്താവുക? ദുനിയാവായ കാലത്ത് അധികാരി ആരാവും? അള്ളാഹനെ പേടിക്കാത്തവരും നമ്മളോട് കരുണ കാണിക്കാത്തവരും ആവും. ഓരോ കുറ്റം പറയണ്ട. ഇതാണ് കാരണം. അതാണ് കാരണം. പൊളിഞ്ഞടിയിരുന്നു, കഥ കഴിഞ്ഞിരുന്നു. പാവപ്പെട്ട സാധുക്കളായ സഹോദരിമാരുടെ, പാവപ്പെട്ട വൃദ്ധന്മാരുടെ ദ്വാ അല്ലാഹു കേട്ടതാണ്. ഇല്ലെങ്കിൽ ആട്ടിമറിഞ്ഞിരുന്നു. ദുനിയാവ് ചിന്തിക്കാതെ നട്ടപ്പതർക്ക് അല്ലാ ഉമ്മത്തിനെ കാക്കണേ എന്ന് പറയുന്ന പാവപ്പെട്ട വയസ്സായ സ്ത്രീകളുടെ കരച്ചിലിന് കിട്ടിയ ഉത്തരമാണടാ ഈ കാണുന്നത്. ഇല്ലെങ്കിൽ അട്ടിമറിയും. എന്തുകൊണ്ട്? നമ്മുടെ ലക്ഷ്യം ദുനിയാവാണ്. നമ്മളെ കാക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു മടങ്ങി. അപ്പൊ എനിക്ക് വാങ്ങാൻ ഒരാളെ കിട്ടുന്നുണ്ട്. നീ എന്നോട് ദുആ ചെയ്യാണ്, പഠിച്ചോനെ ഈ നിൽക്കുന്ന റിസ്ക് തരരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരം തരൂല. ഞാൻ റിസ്ക് തരും. എന്റെ ഫളല് ഇനി മേലാൽ നിന്റെ ഫളല് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാലോ ഞാൻ കേൾക്കൂല. ഞാൻ ഫളല് തരും. കാരണം ഞാൻ നിനക്ക് തരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടാണ്. നീ അങ്ങനെ കൊണ്ടാതെ പോവുക.
200 ആൾക്ക് 500 ആളെ ചോറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാളെ നിർത്തൂലേ? 200 ആൾക്ക് 500 ആളെ ചോറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മാവിൻ്റെ വീട്ടിൽ ഒരാളെ നിർത്തൂലേ? എന്താ ആൾ പറയാ? ഒരാളെ കയ്യിൽ കീസില്ലാതെ പോകുകയാണെങ്കിൽ എന്താ പറയുക? നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ, നിങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങളെന്ത് മനുഷ്യന്മാരാണ്, നിങ്ങളൊക്കെ മുതലാളിമാർ തന്നെ. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് 200 ആൾക്കുള്ള ഭക്ഷണത്തിന് 500 ആൾ വന്നാലോ കമ്മിറ്റിക്കാരെ കാണാനല്ല. പ്രസിഡന്റ് എവിടെ, ഉസ്താദ് എവിടെ, അവിടെ എവിടെ ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാവുന്ന രാത്രി ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ് എന്ന് നോട്ടീസിൽ എഴുതി വിട്ടിട്ടാണ് ഞങ്ങൾ വന്ന്. അല്ലല്ല, സ്ഥലത്ത് തിരക്കുണ്ടെന്ന് തോന്നുന്നു, ഇവിടെ കണ്ടില്ല. എന്തുകൊണ്ട് മാനക്കെടും? മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ റബ്ബ്. നീ തരരുത് എന്ന് പറഞ്ഞാലും എന്നിട്ടും നീ എപ്പോഴും എന്നോട് ദുനിയാവ് ചോദിക്കുകയല്ലേ. നീ നിന്റെ ആയുസിൽ എന്നോട് തേടിയതും കൂടുതൽ തേടിയതും ദുനിയാവല്ലേ. അങ്ങനെയല്ലേ നീയെങ്കിൽ എന്തടാ നിനക്കൊരു ലജ്ജ പോലും ഇല്ലാത്തത്? സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ല. നീ എപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ദുനിയാവല്ലേ. മിക്കവാറും നീ എന്നോട് തേടിയതും ദുനിയാവല്ലേ. എന്നിട്ടും നിനക്കൊരു ലജ്ജ തോന്നുന്നില്ലല്ലോ. എന്റെ ചോദിക്കാതെ തന്നെ തരാൻ നിൽക്കുന്ന വിഷയം നീ എന്നോട് ചോദിക്കാതെ തന്നെ ഞാൻ ഭാര്യക്ക് ഒരു കൊടുക്കാം. എന്നിട്ട് എന്നോട് ചോദിക്കാം. ചോദിക്കേണ്ട ഒരു വിഷയമുണ്ട്, ചോദിക്കണേല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? നീ എടുക്കേണ്ട പണി എടുക്കണ്ടേ? പെണ്ണുങ്ങളെ കൊണ്ടുപോയി എന്ന് പേരയിലാക്കി, കല്യാണം കഴിഞ്ഞു. പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പേരയിലൊക്കെ ആക്കി, കല്യാണമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരമായി. പുതിയാപ്പിൾക്ക് പണി എന്താ? പുതിയാപ്പിൾക്ക് പണി പന്തൽ പൊളിക്കുക, പന്തലിൻ്റെ കാലങ്ങോട്ട് ഏറ്റിടുക, മറ്റേ ചമ്പ അവിടെ കൊണ്ടുപോയി കൊടുക്കുക. രാത്രി 10 മണിയായിട്ട് മൂപ്പർക്ക് തന്നെ പണി, 12 മണിയായിട്ട് മൂപ്പർക്ക് തന്നെ പണി, 1 മണിയായിട്ട് മൂപ്പർക്ക് പണി എന്താ? മുറ്റൊക്കെ കഴുകി വൃത്തിയാക്കുക. 2 മണിയായി, 3 മണിയായി, മൂപ്പരെ പണി തന്നെയാണ് എങ്കിൽ ഓളുറപ്പിക്കും ഞമ്മക്കിത് ശരിയാവില്ല. പെട്ടുപോയി. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇശയെടുക്കേണ്ട പണി അതല്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഓളോടൊന്ന് പരിചയപ്പെടുമെങ്കിലും ഉണ്ട്. അസ്സലാമു അലൈക്കും, കൈഫല്ലാ. 3 മണി 4 മണിയായിട്ടും മൂപ്പര് ഒരു ചെട്ടിയെ മുണ്ടെടുത്തിട്ട് പാന്തൽക്കുടി പായ. ഓളടക്കിടക്ക് ഇങ്ങനെ ജനലിൽ കൂടെ നോക്കും, മൂപ്പരൊന്ന് വരുന്നുണ്ടോ, ഒന്ന് അസ്സലാമു അലൈക്കും എന്ന് അറിയണമെങ്കിലും ഇല്ല. അപ്പോൾ ഓർപ്പിക്കും, നേരം പോലെ തെട്ടിയാ പോകെ. ഇശയെടുക്കേണ്ട പണി അതല്ലല്ലോ. ആണോ? മനസ്സിലായി? പറഞ്ഞ മനസ്സിലായോ? ഇതിന്റെ എന്റെ ആയുസിൽ എന്നോട് തേടിയത് എന്താ? ദുനിയാവ്. ഞാൻ വെറുതെ തരാൻ നിൽക്കാണ്. ഒരു വാക്കിനോട് ചോദിക്കാത്ത ഫിറഔനെ ഞാൻ പള്ളർച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വാക്കിനോട് ദുആ ചെയ്യാത്ത നമ്രൂദ് ഞാൻ പള്ള നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വാക്കിനോട് ചോദിക്കാത്ത ഖാറൂൻ ഞാൻ പള്ളർച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വാക്കിനോട് തേടാത്ത അബൂജഹൽ ഞാൻ പള്ളർച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെറുതെ ഇവർക്കൊക്കെ പള്ളർച്ച്, ഒരു നിലക്കും എനിക്ക് ഇഷ്ടമില്ലാത്ത ഇവർക്കൊക്കെ ഞാൻ പള്ളർച്ചു കൊടുത്തിട്ടുണ്ട്. അതേ സാധനം ജിന്നോട് എപ്പോഴും തേടി പറഞ്ഞാൽ എന്നെ പോലത്തെ പൊട്ടനാൽ എനിക്ക് പറയാം. എന്ത് പണിക്ക് പോണ നേരത്ത് എന്ത് പറയാം? പണിക്ക് പോണ നേരത്ത് മുതലാളിയോട് പണിക്ക് പോകുന്ന നേരത്ത്, തോട്ടത്തിലേക്ക് പണിക്ക് പോകുന്ന നേരത്ത് തൊഴിലാളി എന്ത് പറഞ്ഞു? ചിലപ്പോൾ കുട്ടികൾ ഇവിടെ വരികയാണെങ്കിൽ പിന്നെ റേഷമങ്ങാട് പൈസകൾ കൊടുത്തോളിട്ട് ഒറ്റ വാക്ക്. മാന്യനായ മുതലാളിയാണ്. അപ്പോൾ മുതലാളി എന്ത് പറയും? ആ കുട്ടികൾ വരണ്ട, ഞാൻ അങ്ങോട്ടുണ്ടെങ്കിൽ കൊടുത്തോളാം. മാന്യനായ മുതലാളിയാണ്. ഇത് മാന്യനായ മുതലാളിയല്ലേ? ആര്? നിനക്ക് ഉറപ്പാണ് തരും. എന്നിട്ട് ജൈമ തന്നെ കൂടുക. പണിക്കോണേല്ല. 8 മണിക്ക് പണിക്കിറങ്ങണം. 9 മണി 10 മണിക്ക് തന്നെ പണി. എന്ത് പിന്നെ വിഷം വാങ്ങിയിട്ടില്ല. അപ്പൊ എന്താ പറയാ? വണ്ടി വിട്. നീ ആയുസിൽ മുഴുവൻ എന്നോട് ചോദിച്ചത് ദുനിയാവാ. ലജ്ജല്ലാതെ നിനക്ക് നീ നടക്കണത് എന്ത്? എന്താ നിനക്ക് ലജ്ജല്ലാത്ത എന്നോട് ഈ ദുനിയാവൊക്കെ ചോദിച്ചിട്ട്? മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഒറ്റ വാക്കുറത്തിനും ചോദിക്കേണ്ട ആവശ്യമില്ല. നിന്റെ അമ്മ എപ്പോഴും എന്നെ കൊണ്ടായിരിക്കണം. നിന്റെ റബ്ബ് എന്താ ചിന്തിക്കണ്ട്? ഞാനെന്താ ചിന്തിക്കണേ? നീ
യർഹമുല്ലാഹു ബിഅബ്ദിഹി കഅന്നഹു ലം യകുൻ ലഹു അബ്ദുൻ ഗൈറുഹു. ويعبد العبد معبوده كأن له معبودا غيره. يا الله, മനസ്സിലായില്ലേ? ഉടമക്കാരൻ നിനക്ക് കരുണ ചെയ്യുമ്പോൾ നീ അല്ലാത്തൊരു അടിമയില്ലാത്തതുപോലെയാണ് അവന്. നീ അവന് ഇബാദത്ത് ചെയ്യുമ്പോഴോ നിനക്ക് വേറെയും ഒരാൾക്ക് ഇബാദത്ത് ചെയ്യേണ്ടതുപോലെയാണ്. രണ്ടരക്കാലത്ത് നിസ്കരിച്ച് പായ. എന്തുകൊണ്ട്? ഇവിടെ മാത്രം നിസ്കരിച്ച പോരല്ലോ, നീ വേറെയും കുറെ ആളില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? എന്താ പറഞ്ഞ വേറൊരു അടിമ അള്ളാഹു തആലക്ക് ഇല്ലാത്തതുപോലെയാണ് അള്ളാഹു തആല നിനക്ക് റഹ്മത്ത് ചെയ്യുക. നീ അവന് അങ്ങോട്ട് ഇബാദത്ത് എടുക്കുന്നു. അവനല്ലാത്ത വേറെയും കുറെ മഅബൂദിനെ നിനക്ക് ഇബാദത്ത് എടുക്കാണ്ട്. മനസ്സിലായില്ലേ? ഇത്രയോ സ്ഥലത്ത് പോകാണ്ട്. ഒരാൾ 4 പെണ്ണ് കെട്ടി. അപ്പോൾ ഒരു ദിവസം താമസിച്ചു. പിറ്റേന്നോള് കൈ പിടിച്ചു കാട്ടി ഇവിടെ ഇരിക്കും. അപ്പോൾ അയാൾ എന്താ പറയുക? അങ്ങനെ നടക്കൂല, എനിക്ക് വേറെ 3 കൂടി ഉണ്ട്, അവിടെയും പോകണം. അതേമാതിരി നമ്മളെ കളി. മനസ്സിലായില്ല? അതേമാതിരി നമ്മളെ കളി. എന്ത് എത്രയോ സ്ഥലത്ത് നമുക്ക് ഇനിയും ഇബാദത്ത് ചെയ്യാനുണ്ട്. കൊടാനക്കോടി അബ്ദുകളുള്ള റബ്ബ് നിനക്കൊരു റഹ്മത്ത് ചെയ്യുമ്പോൾ ഈ അല്ലാത്തൊരു അബ്ദ് അവന് ഇല്ലാത്തതുപോലെയാണ്. ആ നിലക്കാണ് നമ്മളങ്ങനെ പറയുന്നുണ്ട്. ഞാനും പെണ്ണുങ്ങളോട് വീഴുന്നതുമായിരുന്നു. പിറ്റേന്നൊക്കെ റാഹത്തായി. എന്താ കാരണം? എന്താ? നിന്റെ കാര്യം മാത്രമേ ആ രാത്രി അള്ളാഹ് നോക്കിയിട്ടുള്ളൂ എന്ന നിലക്കാണ് നിന്റെ വിഷയം പരിഹരിച്ചത്. എന്നും നിനക്കറിയാം. തിരിച്ചോ? മനസ്സിലായില്ല? ചിന്തിക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? തിരിച്ചോ. അള്ളാഹ്ക്ക് നമ്മുടെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയും കുറെ ആളുകൾ വേറെയും ഇബാദത്ത് അങ്ങോട്ട് ചെയ്തു കൊടുക്കാനുണ്ട് എന്ന ഭാവേനയാണ്. എന്താ പരിഹാരം? നിന്റെ ഹമ്മ് ഞാൻ മാത്രമായിരിക്കണം. എന്റെ ഹമ്മ് നീ മാത്രമായിരിക്കും എന്ന അർത്ഥത്തിൽ. അള്ളാഹ്ക്ക് ഹമ്മില്ല എന്ന അർത്ഥത്തിൽ. അതായത് നിന്റെ ചിന്ത മുഴുവനും ആരായിരിക്കണം? ഞാനായിരിക്കണം. എങ്കിൽ എൻ്റെ ചിന്ത മുഴുവനും നീ ആയിരിക്കും. എൻ്റെ കയ്യിൽ സാധനം ഉണ്ടേനും. മനസ്സിലായില്ലേ? കൊടുക്കാൻ ഒരു ധനാഢ്യൻ ഒരു സദസ്സിൽ പൈസ വിതരണം ചെയ്തു. ഞാനൊരു 8 കൊല്ലം മുമ്പാണ്. വലിയൊരു പൈസ പോക്കറ്റിലിട്ടു. ആ സദസ്സിലുള്ള എല്ലാ ആളുകൾക്കും പൈസ പോക്കറ്റിലിട്ടു. വലിയ പൈസ. അപ്പോൾ ആ പൈസ കിട്ടിയ ആളുകൾക്കൊക്കെ സന്തോഷമായി. വലിയ പൈസയാണ്. പിന്നെ അയാൾ ആ ഒരു കൊടുക്കുന്ന സഞ്ചി കൊണ്ട് പിന്നെയും പോക്കറ്റിലിട്ടു എല്ലാവർക്കും. അപ്പോൾ ജനങ്ങൾക്ക് ഇരട്ടി സന്തോഷമായി. അപ്പം ഉറപ്പിച്ചു ഏതായാലും 2 വട്ടം കിട്ടിക്കഴിഞ്ഞു. അയാൾ കുറച്ച് പിന്നെയും പോക്കറ്റിലിട്ടു. എത്ര അയാൾ വട്ടം വന്നോ, എത്ര അയാൾ പോക്കറ്റിലിട്ടെടുത്തൊന്നും കണക്കില്ല. ഞാൻ കണ്ടതാ. ഒരു ലക്ഷദ്വീപിൽ നടന്ന ഒരു പരിപാടിയിൽ അവിടുത്തെ ഒരു ധനാഢ്യം ചെയ്യുന്നത് ഞാൻ കണ്ടതാ. അതൊരു 10 കൊല്ലം മുമ്പാണ്. അത് ഞാൻ മറക്കൂല. രംഗം വല്ലാത്തൊരു രംഗം. അതായത് മനുഷ്യൻ, സാധുക്കളായ ധനാഢ്യന്മാർ സാധുക്കളെ പോക്കറ്റിൽ കൈയിടുമ്പോൾ അവർക്ക് സന്തോഷം. പിന്നെ മനുഷ്യൻ എങ്ങനെയാണ്? റബ്ബ് എങ്ങനെയായിരിക്കും? മനസ്സിലായില്ലേ? കൊടുത്തിട്ട് തീരുന്നില്ല. പിന്നെ വന്നു. അയാൾ പിന്നെയും വരാൻ കാരണം എന്താ? അയാൾ പിന്നെയും വരാൻ കാരണം എന്താ? കൊടുത്തിട്ട് തീർന്നില്ല. പിന്നെയും പോക്കറ്റിലിട്ട് അല്ല 500 രൂപ നോട്ടാ കൊടുക്കണത്. അങ്ങനെ പിന്നെയും വന്നു. വരുന്നേ പോക്കറ്റ്. ഓരോരുത്തരും പോക്കറ്റ് നിറഞ്ഞു. ഇയാൾ പിന്നെയും വരുന്നേ. എന്തുകൊണ്ട്? ഇയാളെങ്ങനെയാണെങ്കിൽ അള്ളാഹ് എങ്ങനെയായിരിക്കും? അപ്പൊ നിനക്ക് കിട്ടേണ്ട കാര്യം ആലോചിക്കണ്ട. നിനക്ക് കിട്ടേണ്ട കാര്യം നീ ആലോചിക്കണം. നിനക്ക് എന്നെ കിട്ടണം. നിന്റെ ലക്ഷ്യം പറ. നിന്റെ ഹമ്മ എന്തുമാത്രമായിരിക്കണം? ഉറക്കെ. നിന്റെ ഹമ്മ് ഞാനായിരിക്കണം. എന്നെ കിട്ടണം. റബ്ബിനെ കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമി പറ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കിട്ടൂലേ? കിട്ടും. തീർച്ചയായും കിട്ടും. അള്ളാഹിനെ കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കിട്ടും. തീർച്ചയായും
തീർച്ചയായും കിട്ടും. അള്ളാഹിനെ കിട്ടും, അള്ളാഹിനെ കിട്ടും, കിട്ടിയിരിക്കും. അള്ളാഹുവിനെ കിട്ടും, അള്ളാഹുവിനെ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അടിമക്ക് അള്ളാഹുവിനെ കിട്ടും. എന്റെ അടിമയുടെ ലക്ഷ്യം അള്ളാഹു മാത്രമാണെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സിലാക്കി ആലോചിക്ക്. കടലിലേക്ക് എടുത്തിയാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനോട്. അപ്പൊ ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, എന്ത് കടലല്ലേ, മുങ്ങൂലേ, വലിയ കടലല്ലേ, വലിയ മീനുണ്ടാവൂലേ, നീരാളുണ്ടാവൂലേ, വലിയ മുതലുണ്ടാവൂലേ, ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടാവൂലേ, പറയടാ ഞങ്ങളൊരു 3-4 പേര് ഇജ പറയാ. പറയടാ, വലിയ തിമിങ്ങലുണ്ടാവൂലേ, വലിയ ഷാർക്ക് ഉണ്ടാവൂലേ, മുണങ്ങൂലേ, പഠിച്ചോനെ ചെറിയ ചെറിയ കാര്യമൊക്കെ പറയാം. സംഗതി ഞാൻ തെറ്റ് ചെയ്തു, പക്ഷെ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ പറയാം, അത് ഞാൻ ചെയ്തോളാം. ഒന്ന് കാര്യം പറയാം, അത് ഞാൻ കരഞ്ഞോളാം. അല്ലാതെ ഈ കടലിലൊക്കെ ഇട്ട് ചാടുക പറഞ്ഞാൽ അതൊക്കെ നടക്കണ കാര്യമാണ്. ആ മനുഷ്യന് ഒന്നും പേഞ്ഞോട്ടുണ്ടായില്ല, ഒറ്റ ചാട്ടം. ഇനി കടലിലേക്ക് അടിക്കളാറ് യൂനുസ് നബിയോട് ഒറ്റ ചാട്ടം. നീനവായിൽ നിന്ന് ഒരാൾ മുത്തുനബിയുടെ സദസ്സിൽ വന്നു. അദ്ദാസ് എന്നാണ് അയാളെ പേര്. പിന്നെ അയാൾ മുസ്ലിമായി. നീനവായിൽ നിന്ന് ഒരാൾ, ചെങ്കടൽ തീരത്തുള്ള ഒരു ചെറുപട്ടണമാണ് നീനവ. നീനവായിലേക്ക് അയക്കപ്പെട്ട നബിയാണ് ആര്? യൂനുസ് അലൈഹിസ്സലാം. മനസ്സിലായില്ലേ? എന്നിട്ട് നീനവായിൽ ഞാൻ പോയിട്ടുണ്ട് റബ്ബിൻ്റെ അനുഗ്രഹത്താൽ. അങ്ങനെ നീനവായിൽ നിന്ന് പിന്നെ ദേഷ്യപ്പെട്ടു വരിക, ജനങ്ങളോട് ദേഷ്യപ്പെട്ടു വരികയാണ്. ആര്? ജനം നന്നായില്ല, നന്നായി തന്നെയല്ല. 9 കൊല്ലം കൊണ്ട് 2 ആളാണ് മുസ്ലിമായത്. പിന്നെ അത് ഇറങ്ങിപ്പോന്നു. ആവൂല, അള്ളാഹിനോട് ചോദിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ചെങ്കടലിലൂടെ കപ്പൽ പോകുന്നുണ്ട്, മെഡിറ്ററേനിയനാണെന്നും അഭിപ്രായമുണ്ട്. കപ്പൽ കയറിയപ്പോൾ കപ്പൽ ആ കാറ്റിൽ കോളിൽപ്പെട്ടു. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ഇവിടെ ഏതോ ഒരു ആഭ്യൊക്കെ ഉണ്ട്, ഒരു യജമാനൻ്റെ സമ്മതമില്ലാതെ ഓടിപ്പോന്ന അടിമണ്ട്, അയാളുടെ കുരുത്തക്കെടാത്. അപ്പോൾ അള്ളാഹു അയ്യ അറിയിച്ചു യൂനിസിനെ, യൂനിസെ പറഞ്ഞാളാ, ഞാൻ തന്നെയാണ് ആ അടിമ, ഞാൻ തന്നെ അടിമാറും, ഞങ്ങൾ ചാടണം. അള്ളയും പറഞ്ഞു ചാടിക്കളാം. അങ്ങനെ അയിമ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ചാടാ പിടിച്ചാൽ തന്നെ കപ്പലിൻ്റെ തൂങ്കാൽ മലക്ക പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ഒറ്റ ഗതികേടും വന്നില്ല, ഒറ്റ ചാട്ടം. അങ്ങനെ നടന്നു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈന്യ മുസ്ലിയാർ ഈ സംഭവം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഇന്നോവയിൽ ഇരിക്കും പോലെ ഇരിക്കും മൂപ്പര് ഇരുന്നിട്ടുണ്ടാവുക. വലിയൊരു തിമിംഗലത്തില്ല കിട്ടിയത്. തിമിംഗലാണ് വേങ്ങി, അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ തന്നെ ലക്ഷണമൊത്ത തിമിംഗലം എന്നൊക്കെ പറഞ്ഞാല് ഷാർക്കിന് തിമിംഗലത്തിനൊക്കെ അത്രയും വലിയ വായ ഉണ്ടാവുക. ഒരു പരിപൂർണമായ ഷാർക്കിന് 4000 പല്ലുണ്ടാവും. ഷാർക്കിനേക്കാൾ വലിയ മത്സ്യമാണ് എന്ത്? തിമിംഗലം. ഒരു പരിപൂർണമായ ഒരു ഷാർക്കിന് 4000 പല്ലുണ്ടാവും. അപ്പൊ അത്രയും വലിയ വായായിരിക്കും. അതിലെ കാര്യം അങ്ങനെ ഇരുന്നു. പിന്നെ എന്തോ തീറ്റയും കൂടിയൊന്നും അല്ല വേണ്ട, കള്ള അങ്ങനെ കൊടുക്കാണ്. ദിക്ർ അങ്ങനെ നടത്തി. അപ്പൊ തീറ്റയും കുടിന്റെയും നേരം കൂടി എന്തിനു പോയി? ദിക്റിന്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്റെ പേടില്ല. പിന്നെ അല്ലാഹു തആല നേരെ തിരിച്ചിട്ടു. ഒന്നും പറ്റിയില്ല. ഒരഭിപ്രായം 40 ദിവസം. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ അഭിപ്രായം. എത്ര ദിവസം? ഭക്ഷണമില്ലാതെ തിമിംഗലത്തിന്റെ വയറ്റിലിരുന്ന് ദിക്ർ ചൊല്ലി സയ്യിദുനാ യൂനുസ്. എത്ര? ഏറ്റവും ചുരുങ്ങിയ അഭിപ്രായം 40 ദിവസം. ഒരാൾ സദസ്സിൽ വന്നിരുന്നു. എന്താ പേര് ചോദിച്ചു? അദ്ദാസ്. നിങ്ങൾ എവിടെ വരുന്ന ചോദിച്ചു? മിൻ നീനവ. ഞാൻ നീനവ എന്ന്. താരിഫ് യൂനുസ്. നിങ്ങൾ യൂനുസ് ബിൻ മത്തയെ അറിയോ? അറിയും. അദ്ദേഹം ഞങ്ങൾ കഴിഞ്ഞു വരെ മഹാനായിരുന്നു. അപ്പോൾ പ്രഖാനാഹി എന്റെ സഹോദരനായിരുന്നു. അത് കേട്ടപ്പോൾ അയാൾ മുസ്ലിമായി. മനസ്സിലുണ്ടോ? വല്ലാത്ത സംഭവം. യൂനിസിനെ പറ്റി പറഞ്ഞ റസൂൽ പറഞ്ഞു, അതെ യൂനിസ് ഉണ്ടല്ലോ എന്റെ സഹോദരനായിരുന്നു എന്ന് പുണ്യ റസൂൽ. ആ യൂനുസ് ബിൻ മത്തയാണ് എന്ത് അലൈഹിസ്സലാം. ആ യൂനുസ് ബിൻ മത്തയാണ് അലൈഹിസ്സലാം എന്ത് ചെയ്തത്? അല്ലാഹുവിന്റെ വഹി പിന്നെ നോട്ടല്ല, ഒറ്റച്ചാട്ടം. എന്തുകൊണ്ട്? നിന്റെ ചിന്ത എപ്പോഴും ആരായിരിക്കണം? ഞാനായിരിക്കണം. പിന്നെ പേടിക്കണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ് പറയും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫി ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ വെക്കുന്ന ഈ വെള്ളം ഷിഫാക്ക് വേണ്ടി വെക്കുന്നതാണ്. വലിയ ഷിഫയുണ്ട്. വലിയ വലിയ മഹാന്മാരായ ആരിഫീങ്ങളും ലോകം കണ്ട ആലിമീങ്ങളും കൽപ്പിച്ചിട്ടാണ് ഈ വെള്ളം ഇവിടെ വെക്കുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതൊരു ആനുകൂല്യമാണ്. ഈ വെള്ളം ഉപയോഗിക്കാതെ പോകരുത്. ഏത് രോഗത്തിനും ഒരു ഷിഫയുണ്ടാവും. അള്ളാഹ് ഷിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹിനെ പറ്റി പറഞ്ഞു മജ്‌ലിസ് അള്ളാഹു അല്ലാത്ത ഒരു ലക്ഷ്യവും നമുക്കില്ല. ഇന്നലെ രാത്രി തിരൂരിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു, നാളത്തെ ക്ലാസ്സിൽ റസൂലുള്ളാഹിനെ പറ്റി പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, റസൂലുള്ളാഹിനെ പറ്റി പറയാൻ 3 ക്ലാസ് ഉണ്ട് ഒരാഴ്ചയിൽ, ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും. ദിവ്യാനുരാഗം സൂഫിയുടെ പ്രണയഗാനം റസൂലുള്ളാഹിനെ പറ്റി പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ റസൂലുള്ളാഹിനെ പറ്റി പറയൂല എന്നല്ല, ഇത് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങൽ. നമ്മൾ വളരെ അകന്നുപോയി, അത് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങും. അതിനു വേണ്ടിയുള്ള ക്ലാസ്സാണ്, അള്ളാഹിനെ പറ്റിയുള്ള ക്ലാസ്സാണ്. മുത്തനബി അതിൽ വന്നു. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ തിരുദൂതനല്ലേ മുഹമ്മദ് മുസ്തഫ. അത്ര ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ വെക്കുന്ന ഓരോന്നിനും ഈ വെള്ളം ഇവിടെ വെച്ചാൽ അതിന് ഷിഫുണ്ടാവും. ഷുഗർ, പ്രഷർ ഒക്കെ പരിഹാരം ഉണ്ടാവും. ഉള്ളവരുണ്ട്, ഈ വെള്ളം കുടിച്ച് മാത്രം ഷിഫ വാങ്ങിയവരുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ.